തലങ്ങനെ വെട്ടിയിട്ട് കുടിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തില്ല. കണ്ടാ ഇപ്പം പറഞ്ഞ എനിക്ക് കാല് തരൂ. അയ്യോ ഞാനതിനെ കൊഴിച്ചു. അല്ല ചേട്ടാ പറയും ഇവിടെ തണ്ണൻ ഞാനാന്ന് പറയും. വള്ളിച്ചീരല്ലോണ്ടുള്ള ബജ്ജി ഉണ്ടാക്കാറുണ്ടാ? ബജ്ജി അടിപൊളി ചേട്ടാ. ചുണ്ടങ്ങ പൊടിച്ച് കൊണ്ടിട്ട് ഇതിലിട്ടിട്ട് മാവിൽ മുക്കിയിട്ടുണ്ട് ഇട്ടാലായിരിക്കും അടിപൊളി ബജ്ജി. വീണ്ടും കേരളത്തിലത്തെ ആദ്യത്തെ ചുണ്ടങ്ങ ബജ്ജിനിട്ടത്. കയ്പല്ലേ അജിയ ഒരു സൂര്യ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ ഓണം കഴിഞ്ഞപ്പോഴാണ് ചിലവർക്ക് സൂക്കേട് ഉദിച്ചത്. ഒന്നല്ല, ഓണത്തിന് പൂവിടാനായിട്ട് തന്നില്ലേ, പക്ഷെ ഓണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഞാൻ ഭംഗിക്ക് വെറുതെ നട്ടാണ്, പറിച്ച് നട്ടാണ്. അവരെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മള് നേരത്തെ നടാണ്ടല്ലോ. വേണ്ട, ഒക്കെ പൂവിട്ടു. നല്ല ഭംഗിയില് പൂവിട്ടത്. ഒരാൾ നോക്കി സരിത വീണ് കിടന്നിട്ട് വരെ നോക്കിയ അവൻ ഒടിഞ്ഞാലും കണ്ട പൂവിട്ടു. ഈ പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വിരിഞ്ഞ് അങ്ങോട്ട് കൊണ്ടിരിക്കുക. കണ്ട വലിപ്പം കൂടി കൊണ്ടിരിക്കുക. ഇതിനെ തലങ്ങനെ വെട്ടിയിട്ട് കുഴിച്ചിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? നമ്മൾ ചെയ്തില്ല. ചെയ്യാൻ റോഡാണ് മോശമാക്കണ. റോഡ് കണ്ട, അതായത് ഈ പറമ്പിലേക്ക് അവിടെ നിന്നാണല്ലോ റോഡ് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വന്നിട്ട് ഇങ്ങനെയാണ് വഴി ഇട്ടേക്കണേ. അപ്പം ഈ വഴി കാടായി. ഈ വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വഴിയിൽ മുഴുവൻ മറ്റേ വേസ്റ്റ് കൊണ്ടിട്ടേ അതായത് ചെത്തി വെടുപ്പാക്കാനൊന്നും പറ്റില്ല. പൊളിച്ച് പണിയുകയും കാര്യങ്ങളൊക്കെ വീട് പൊളിച്ച് പണിയിക്കില്ലേ, അപ്പം അതിൻ്റെ ഇഷ്ടിയും അതൊക്കെ ആയിട്ടാണ് നമുക്ക് കൈക്കോട്ട് കളിക്കാൻ പറ്റില്ല. അതേതാ ഷാൻചേട്ടൻ്റെ വീട് നാള് പണിതപ്പോൾ കൊണ്ടിട്ടതല്ലേ വേസ്റ്റ്. എല്ലാവരും ഉണ്ട്, എല്ലാവരും വീടിൻ്റെ ഉണ്ട്. ഇവരൊക്കെ പൂവിട്ടു നിൽക്കണുണ്ട്. നോക്കിയേ, ഇത് ഓണത്തിന് മുമ്പ് ഒരു കാല് കുഴിച്ചിട്ടാണ് ഞാൻ. അതെ, അടുത്ത കാല് കുഴിച്ചിട്ടാന്ന് വിചാരിച്ചു. പിന്നെ ഓണത്തിൻ്റെ കുറേ തിരക്കുകളായിട്ട് അങ്ങനെ പോയി. ഇനിയിപ്പോൾ നാളെ ഇവരെ കാല് കുഴിച്ചിടും. നമ്മുടെ ഇത് ഇപ്പം പറഞ്ഞ എനിക്ക് കാല് തരൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതേ പോണത്. കണ്ടാ കാല് തരുന്നല്ല, പന്തലിട്ട് തരുന്ന പന്തല് ഒരു താങ്ങ് കൊടുക്കാൻ പറയുന്നത്. കാരണം ഫാഷൻ ഫ്രൂട്ട് പെട്ടെന്നാണ് ഈ വരവേ, വാണം വെച്ചപ്പോൾ ഇനി വരാം. അപ്പോൾ അവൻ്റെ പന്തൽ നാളെ ഇടും. 3 കാലും കൂടി വെച്ചിട്ട് നാളെ പന്തലിടും. അപ്പം ഇനി നമ്മൾ ഇക്കൊല്ലത്തെ ആദ്യത്തെ നമ്മുടെ കൃഷിയിലേക്ക് പോവാണ്. ഇക്കൊല്ലത്തെ ആദ്യത്തെയാ അല്ല, ഈ മഴക്കാലത്തിന് ശേഷം. മഴക്കാലം ഇപ്പൊ ഒരു നീണ്ടൊരു അവധിയിലായിരുന്നല്ലോ നമ്മള്. അല്ല, അവധിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാണ്ടിരുന്നിട്ടില്ല ചേട്ടാ. ഇങ്ങടെ എല്ലാ ദിവസവും രാവിലെ മഴയില്ലാത്തപ്പോ ചേട്ടൻ വന്ന് കളക്കിണ്ടത്. ഇവിടെ എന്തൊക്കെ ചെയ്തേക്കണേ ചേട്ടാ? ഇവിടെ എന്തൊക്കെയോ ചെയ്തല്ലോ, കുറെ കാര്യങ്ങൾ ചെയ്തു. ഞാനേ മഴ പെയ്തല്ലോ. മഴ പെയ്തതിന് ശേഷം നമ്മുടെ ചീര വെണ്ടക്കായ പൊട്ടി ചെറിയ മൂക്കണതിന് മുമ്പ് കണ്ട നോക്കിയേ. ഈ വെണ്ടക്കായ്ക്കില്ലേ, ഈ വെണ്ടിയില്ലേ, ഇത് കുറ്റിയുണ്ടായിട്ടാണ് കണ്ട. ഉണ്ടാവല് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തത്. നമ്മുടെ ഓണത്തിന് ശേഷം അല്ല, മഴക്കാലം 3 മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചീര നട്ടിട്ട് ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ ചീര തൈ പാവി ഇപ്പോൾ കുറേ തൈകൾ ഇങ്ങനെ മുളച്ചു. അപ്പോൾ അവർക്ക് ഒരു തടം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അപ്പോൾ തടം ഉണ്ടാക്കാനാണ്. ചീര തൈകളുണ്ട ഇവിടെ നിറച്ചുണ്ട്. പറിച്ച് കുഴിച്ചിടണം, അല്ലെങ്കിൽ വൃത്തിയാവില്ല. കുറേയൊക്കെ തിക്കാവും, ഭംഗിയില്ല, ഇപ്പോൾ വലിപ്പല്ലേ. അപ്പോൾ സരിതയ്ക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വള്ളിച്ചീര മനോഹരമായി പന്തലുമേ വന്നിരിക്കുകയാണ്. പുതിന ഇഷ്ടം പോലെ പുതിന അവിടെ നിന്ന് അറിഞ്ഞു കണ്ട വള്ളിച്ചീര. അപ്പോൾ വള്ളിച്ചീര കൊണ്ട് എന്നിട്ടാ പറയുന്നത്, ചേട്ടൻ തന്നെ പറഞ്ഞു ബജ്ജി. വള്ളിച്ചീരയുടെ ബജ്ജി നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. വള്ളിച്ചീരയുടെ തണ്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചിൻ്റെ പച്ച നമ്മുടെ കയ്യിൽ നിന്ന് നാമാവശേഷമായി പോയി. ഇപ്പോൾ വയലറ്റ് മാത്രമല്ല, ഈ കളർ മാത്രമല്ല. ഈ കളറിന് ഡിമാൻഡ്, മറ്റേ ഡിമാൻഡ് ഇല്ല. അപ്പോൾ സരിത വള്ളിച്ചീര പൊട്ടിച്ചോളൂ. പൊട്ടിക്ക് ഞാനവിടെ ചീരയ്ക്ക് തടം ഉണ്ടാക്കട്ടെ. നല്ലൊരു തടം ഈ ചീരയ്ക്ക് വേണം. അടിപൊളി തടം. ചുവപ്പ് ചീരയാണ്. പച്ചച്ചീര പിന്നെ അവിടെയൊക്കെ മുളച്ച് കിടക്കുന്നുണ്ട്. ഒന്ന് ഈ മണ്ണ് ഇളക്കി കൊടുക്കാം. ഇവിടെയൊക്കെ നല്ല മണ്ണ് ഇളക്കലാണ്. എന്നിട്ട് കുറച്ച് ചാണകിട്ട് കൊടുത്ത് ചീരയ്ക്ക് ചാണം പിന്നെ മൂത്രക്കിന്, പശുവിൻ്റെ മൂത്രക്കിന് ഏറ്റവും സൂപ്പർ വളം. പശുവിൻ്റെ മൂത്രമാണ് ഏറ്റവും സൂപ്പർ. അത് കിട്ടി കഴിഞ്ഞാൽ ചീര കാട് പോലെ വളരും. എന്താ പൊട്ടിക്കാനത് വള്ളിച്ചീര ചോപ്പ് കളർ ഉണ്ട് എനിക്ക് തോന്നണതാണോ? കയ്യുമ്മലെ ചോപ്പ് കളർ അത് നമ്മളിങ്ങനെ വെറുതെ മാന്തി കഴിഞ്ഞ് ചോപ്പ് കളറാവും. തോന്നണാവൂല, കണ്ണിന്റെ കുഴപ്പമായിരിക്കണ്ടേ. എന്താ വേണ്ട വള്ളിച്ചീര പൊട്ടിച്ചേരനെ? ഞാൻ പൊട്ടിച്ചോളാം. ചെറുതുകൾ നോക്കി പൊട്ടിക്കല്ലേ, വലുത് അല്ല ചേട്ടൻ ചേച്ചി ചായ കുടിക്കായിരിക്കണ്ട അവിടെ.
കുറച്ചും കൂടി നേരത്തെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കായിരുന്നു അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും അവരെ ചായ കൂടി കഴിയും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാലോ, ഒരു ബുദ്ധിമുട്ടില്ല സാധനല്ലേ. ഒരു ബുദ്ധിമുട്ടില്ല സാധനല്ലേ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്ന്. ആ ഇലക്ക് കുറെ ഗുണങ്ങളില്ലേ? ഇലക്കേ കുറെ ഗുണങ്ങളില്ലേന്ന്. കുറെ ഗുണങ്ങളുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വള്ളിച്ചീരരെ ഇത് ബജ്ജി ഉണ്ടാക്കിയത് എപ്പോഴാന്ന് ഓർമ്മയില്ല നിനക്ക്? ഇല്ല. വള്ളിച്ചീരനെ പരിചയപ്പെടുത്തിയില്ല ആദ്യമായിട്ട്? ആ സമയത്ത് നമ്മൾ ഇതിന്റെ ബജ്ജി ഉണ്ടാക്കിയത്. അന്ന് നമ്മള് വേറെ എന്തുട്ടാ പരിപ്പും ഇട്ടിട്ടൊരു അതാണ് ഉണ്ടാക്കിയല്ലേ? അപ്പോഴാണ് ആളുകൾ കമന്റ് ഇട്ടതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കിയത്. പ്രേമനും ഇവരൊക്കെ ഇത് നമ്മുടെ വീട്ടിലൊരു ഷോർട്ട് ഫിലിം വന്നിട്ട് ചെയ്യാൻ വന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഓർമ്മയില്ല? ബജ്ജിയാ? ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ആർക്കേലും ഒരാൾക്ക് ഓർമ്മയുണ്ടല്ലോ. കുഞ്ഞിലകളാക്കാം. വലിയ ഇലയാവുമ്പോഴേ കൊറേ വെളിച്ചെണ്ണ വേണ്ടി വരും. കുഞ്ഞിലകള് മതി, അധികം വേണ്ടത് അത്ര മതി. ഇതിന്റെ കടക്ക് ചേട്ടൻ കയ്പയ്ക്ക് കുത്തിണ്ടാ? ഒരു കയ്പക്കായ തന്നെ മുളച്ചതാണോ? ഒരു കയ്പക്കായ ഇതുണ്ടായിരുന്നു, അത് വെറുതെ കുത്തി, അത് വലുതായി. എല്ലാ സ്ഥലത്തും ഉണ്ടാവട്ടെ. ഇത്രയ്ക്ക് ഇല പൊട്ടിച്ചിട്ടുണ്ട്. ചെറിയ ഇലകൾ എടുക്കണല്ലോ, വലിയ ഇലകൾ പൊട്ടിച്ചത് മാറ്റിയേക്കാം. അത് നീ ഏത് വേണമെങ്കിലും എടുക്ക്. ചീരത്തൈ ഇവിടെ ഇങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ മുരടിച്ച് നിൽക്കുള്ളേ. അപ്പോൾ കണ്ട ഇവിടെ എങ്ങനെയായിട്ട് പറിച്ച് നമ്മൾ നല്ല സ്ഥലത്തേക്ക് കുഴിച്ചിടണം. ഇത്ര മതി. അപ്പം നമ്മൾ കൊത്തി കളച്ച മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടേ ചാണം വെള്ളം കൊണ്ട് കലക്കിയാണ്ട് ഒഴിച്ചു കൊടുക്കാം. മണ്ണും ചീരയും കളറൊക്കെ ഏകദേശം ഒന്നാ, മനസ്സിലാവില്ല. കടലമാവ് ഇടുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. അയ്യോ കായം ഇതിൽ നിന്ന് കിട്ടണ ഇത്തിരി പണിയാ. ഇടുക്കി വില എടുത്തിട്ട് കറക്റ്റില്ലേ ചീര പറിച്ച് കറ കറക്റ്റ് എണ്ണം. ഞാൻ എണ്ണിയില്ല. വീണ് തുടങ്ങിയ ഇല്ല, ഒന്നും വീണില്ല. ഇതന്നെ അത് കട്ടേ ചേട്ടാ, കട്ടിങ് കുട്ടിങ് കട്ടേ. കായത്തിന്റെ മണം വേണം താനും പിടിച്ചേ. അത് ഞാൻ പൊളിക്കാം. പിന്നെ പൊളിച്ചു എന്തായാലും തിനി എടുക്കാൻ കിട്ടും തോന്നണല്ലേ? അത് കട്ടേ തോന്നുന്നു. ആ അതെ, കായം തുറന്നു. അയ്യോ അയ്യോ അയ്യോ, അതിലേക്ക് കട്ട വീഴരുത് ചേട്ടാ, അതിലേക്ക് കട്ട വീണു. അത് പൊടിയും. കായപ്പൊടി ഇട്ടേ അതിലേക്ക് ടീസ്പൂണിലേക്ക് കാണിക്കുക. അത്ര മതിയാ? മതി. ഒരു പൊട്ട് കൊണ്ടിട്ട് കായ ഉണ്ടാവണത് ഒരു രസമാണ്. ഇലയല്ലേ ഇത് തിന്നണത്. അപ്പോൾ ഒരു കായം ഇട്ടു. അത് വെള്ളം ഒഴിക്കുമ്പോൾ ഇതായ അലിയും. എന്നാലും എൻ്റെ കായേ വെള്ളം ഒഴിച്ച് കലക്കുന്നു. അല്ല എണ്ണ പിടിക്കണ, അല്ല എണ്ണ അവിടെ ഇരിക്കേണ്ടത് ഉണ്ട്. ചായ കുടിക്കാൻ തോന്നുന്നുണ്ട് ചേട്ടാ. ചായ കുടിക്കേ? ചായ കുടിക്കലെന്ന് മറ്റേ ഈ വേറെ ബജി കഴിക്കണ ബജി അങ്ങോട്ട് വരാന്ന്. ചീര 2 തരത്തിൽ കൃഷി ചെയ്യാം. എന്നാൽ സരിത മൂടി വെച്ചിട്ടുണ്ട്. വാ, 2 തരത്തിലുള്ള കൃഷി രീതി പഠിപ്പിക്കാൻ ഉണ്ട്. വാ. അതായത് ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെറിയ കുഞ്ഞു കുഞ്ഞു വിത്തില്ലേ, അത് പാവും എന്ന് പറഞ്ഞ് വിതയ്ക്കും. വിതച്ചിട്ട് അതിനുണ്ടാവും. അതിനുണ്ടായിട്ട് അവിടെ തന്നെ നിർത്തി കൃഷി ചെയ്യുന്നവരുണ്ട്. അവിടെ തന്നെ വളങ്ങൾ കൊടുത്തിട്ട് ഇത് ചെയ്യും. അപ്പോൾ എന്നിട്ട് കഴിഞ്ഞാൽ കട്ട കുത്തിയിട്ടാവും ചില സ്ഥലങ്ങളിൽ ഉണ്ടാവുക. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഇടന്ന് തിക്കായിട്ട് നിൽക്കണ ഇടന്ന് പറിച്ച് കുഴിച്ചിടും. ആ പറിച്ച് കുഴിച്ചിടുന്ന രീതിയാണ് ഇത്. പിന്നെ അവിടെ തിക്കായിട്ട് നിൽക്കണില്ലേ, അവരെ വേറെ രീതിയിൽ വളം ചെയ്തിട്ട് അവരെ പരിപാലിക്കും. രണ്ടും ഒരേ സമയം ഉണ്ടാവും. ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നനച്ചു കൊടുക്കണം. എന്തുട്ടിനെ പെന്നെ വിളിച്ചെന്ന് നിന്നെയാ? ഇതൊക്കെ കണ്ട് പഠിക്കേ. ഇതൊക്കെ ഞാൻ കാണുന്നതല്ല കുറെ നാളായിട്ട്. നമ്മുടെ അത് നനയ്ക്കൽ കഴിഞ്ഞു. ഹായ് നോക്കിയറി സരിതേ, നമ്മുടെ കായ പൂവിട്ടു. നോക്കിയേ കേട്ടാ, പൂവിട്ടു. അയ്യോ ഞാനതിനെ കൊഴിച്ചു. ഫസ്റ്റ് പൂവ്. ആ ഈ പൂവിട്ട ഇനി ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു കട കണ്ട നോക്കിയേ, ഇങ്ങനെ വെള്ളം വരാണ്ടിരിക്കാൻ കൂമ്പാരം കൂട്ടി
ധരിച്ചതാണ്. ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നില്ല, ഇനിയിപ്പോൾ ഇവർക്ക് നനച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ കടം മാന്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തടാക്കിയിട്ട് വളം ഇട്ട് കൊടുക്കേണ്ടി വരും. നല്ല ഏട്ടൻ വന്നിട്ട് ഈ മാവുമ്പ് പുറത്ത് വരയ്ക്കുന്നുണ്ടല്ലോ. അല്ല ചേട്ടന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാവുമ്പോ ഒന്ന് പുറവരയ്ക്കണം. അപ്പം ഞാനിത് കട ശരിയാക്കാം. ഇന്ന് പണി ഉണ്ടായിരുന്നാ? ഇപ്പൊ എന്തും പണിയാന്ന് തോന്നു. തീരെ ഒഴിവില്ലാണ്ടായില്ലേ? ആ കാലത്ത് കൊക്കാലിന്റെ കഴിഞ്ഞിട്ട് ഞാൻ പെൻഷൻ പറ്റിപ്പോ പണിത്തിരി കൂടിയെന്ന് മാത്രം. അതെ, വരുമാനം കുറഞ്ഞാലും പണി കൂടി. അത് കാരണല്ലേ ചേട്ടൻ്റെ കൃഷിസ്ഥലം മോശമായി. ഏറ്റവും അടിപൊളിയായിട്ട് ഇരിക്കണ കൃഷിസ്ഥലമായിരുന്നു. അല്ല, ഇത് നമുക്കിപ്പോ ഈ മഴ പോയി ചെയ്യാവുന്ന കാര്യമുള്ളൂ. മഴത്ത് ചെയ്തില്ലെന്ന് മാത്രം. ഈ അല്ല ചേട്ടനാണെ പണിക്ക് ആളെ വെക്കൂലേ പറമ്പില്? അല്ല ചേട്ടൻ പറയും ഇവിടെ തണ്ണൻ ഞാനാന്ന് പറയും. ഓണത്തിന് പണി ഉണ്ടായിരുന്നാ? ഓണത്തിന് ഈ പ്രാവശ്യം വീട്ടിന്റെ ഇന്നലെ തൊട്ടാണ്. ഇന്നലെ കൊക്കാല പണി ഉണ്ടായിരുന്നത്. ഇന്ന് എവിടെയായിരുന്നു പണി? കൊക്കാലിന്റെ പിന്നെ അങ്ങോട്ടും പോയി. ചരിത തൃക വെളിച്ചെണ്ണ ഒഴിക്കണേട്ടാ നമ്മുടെ അഭിഷേകിന്റെ. അവനെ ഒരു ബോട്ടിൽ വന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മുളക് പൊടി കൊണ്ടെന്താണ് ഈ മുളക് പൊടി ഭയങ്കര എരിവാ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതൊക്കെ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മല്ലിപ്പൊടി, വെളിച്ചെണ്ണ മാത്രമായിരുന്നല്ലോ, ഇതും കൂടി തുടങ്ങിയിട്ടുണ്ട്. കുത്തി കൊടുക്കണം. പയറുപോലത്തെ പോയില്ലേ? ഇതുമ്മ വന്നില്ല അല്ലേ മണ്ടരി? ഞാൻ കഞ്ഞെള്ളം പകുതി പച്ചവെള്ളം ഒഴിച്ചിട്ട് തലേദിവസം കഞ്ഞെള്ളല്ലേ അത് സ്പ്രേ ചെയ്ത് കൊടുക്ക. ആരാ പറഞ്ഞേ അത് മതി നല്ലതാന്ന്? അത് ഞാൻ ഏതിലോ കണ്ടു കഞ്ഞിവെള്ളം. അപ്പൊ ഒന്ന് പരീക്ഷണം. പള്ളിച്ചീരല്ലോണ്ടുള്ള ബജ്ജി ഉണ്ടാക്കാറുണ്ടാ? അതെ, വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണം വരണ്ടല്ലോ. ആക്കി തുടങ്ങിയാ? അത് ശരി. എന്താ ആക്കണ്ടേ? അല്ല ഞാനേ നീ ഇത് പറക്കല്ലേ ഞാനേ ബജ്ജി അടിപൊളിയേട്ടാ. ഞാനേ നമ്മുടെ ചൂണ്ടങ്ങ പൊടിച്ചു കൊണ്ടിട്ട് ഇതിലിട്ടിട്ട് മാവിൽ മുക്കിട്ടുണ്ട് ഇട്ടാലായിരിക്കും കേട്ടോ. പക്ഷെ അത് പൊട്ടി തെറിക്കും. അത് ചതച്ചിട്ടാക്കേണ്ടി വരും. പൊട്ടി തെറിക്കില്ല. ഇതേ സരിത എടുക്കണം. ഒത്തിരി മൊരിയാണ്ടല്ലോ. തീ കുറവല്ലേ? എണ്ണ കുടിക്കുന്നുണ്ട്. കരിയോ? ഇത് പൊടിക്കൊണ്ട് തീ വേണം. ഇത് പെട്ടെന്നാവൂലേ? അല്ലേ? ഉള്ളിൽ തേലയൊക്കെ പെട്ടെന്ന് വേവും. ആ വഴിയിലത്തെ തന്നെ വഴി കാടായി നമ്മുടെ. അതാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. ആ കല്ലും കട്ടല്ലേ അതിന്റെ അടിയില്. അതുകൊണ്ട് കുറച്ചാളെ ഞാൻ ഉണങ്ങും. കൈപ്പക്കായേ ബജ്ജി വീണ്ടും പറയാനായിട്ട് എന്നും ഉണ്ടാക്കണ പോലെ ഉണ്ട്. അതവനിഷ്ട. ചമ്മന്തി ഊണി വേണമെന്ന് മാത്രം. അയ്യോ, ഒരു ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അല്ലേ? ചമ്മന്തിയുടെ കാര്യം ഞാൻ മറന്നുകൂട്ടാ. ചമ്മന്തി ഉണ്ടാക്കി ഈസിയാ. ഉള്ളി ചമ്മന്തിയിലേക്ക് തീ കൂടുതലാന്ന് തോന്നുന്നു. തീ ഒത്തിരി കുറച്ചേ. തിന്നാ ഇല്ല. അടിപൊളി ബജി വീണ്ടും. സരിതായിരിക്കും വിളിക്കും. ഞാനേ ഒരു ചൂണ്ടങ്ങര പൊടിച്ചിട്ട് ചേട്ടാ. ചുണ്ടെങ്കിൽ പൊട്ടി തെറിക്കോട്ട് ചേട്ടാ, ഉറപ്പാണ്. നിനക്ക് കൊല പാട്ടുണ്ട് ചേട്ടാ. അവനെ പൊട്ടിക്കില്ല. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൊട്ടിച്ചിട്ടാ മതി. അപ്പൊ കുഴപ്പമില്ല. ഒന്ന് പൊട്ടിച്ചിട്ടേ നമുക്കതിനെ ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യാലോ. ചൂണ്ടങ്ങര കൊലകൾ ഞങ്ങള് നീങ്ങി പോയിട്ട് ഇതാടാ ചൂണ്ടങ്ങ. അല്ല അത് ഇതിന്നല്ലേ? ഇതില് മുക്കിട്ടിടാനല്ലേ? ഒരു പരീക്ഷണം കണ്ടാ ചൂണ്ടങ്ങി കഴിയണം കേട്ടാ. ഇത് പൈലിട്ടിട്ട് നീ പറഞ്ഞ ചതക്കി പൊട്ടി തെറിക്കുന്ന പറയുന്നത്.
അതെ അന്ന് കുമാരേച്ചി പറഞ്ഞിട്ടുള്ളതാ അത് പൊട്ടിത്തെറിക്കുക അതുകൊണ്ടാണ് ചതക്കണേന്ന്. ആ ചുണ്ടങ്ങനെ നമ്മളൊന്ന് വെറുതെ പൊട്ടിക്കുന്നു കേട്ടാ. അയ്യോ മാവ് കഴിഞ്ഞു, കുറച്ചുകൂടി മാവ് ആക്കട്ടെ. ഇവിടെ മാവ് അധികമാവോന്ന് വിചാരിച്ചു. കുറെ ജൈവ സാധനങ്ങളാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഇത് അല്ല ചേട്ടാ കഴിച്ചാ നോക്കിയേ, കഴിച്ചു നോക്കിയേ. വെന്തുണ്ടല്ല വെന്തിട്ടില്ലേ? നല്ല രസമാണ്. ചമ്മന്തി ഉണ്ട് തീർന്നു, അതാലോചിച്ചില്ല. ചമ്മന്തി ഉണ്ടാക്കിട്ട് കൊണ്ടു തന്നെ നല്ല രസമാണ്. പൊട്ടിക്കില്ലേ നല്ല രസമായിട്ടാ. നമ്മൾ നീയും ഓരോ ടി വിയും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ പൊട്ടിക്കാനുള്ള സാധനം കിട്ടില്ലേ വെറുതെ, എന്താ അതിൻ്റെ പേര് ഒരു ഉറ പോലത്തെ സാധനം, അതുപോലത്തെ പൊട്ടി. ഒരു മിനിറ്റ് ഞാനേ കുറച്ചും കൂടി മാവുണ്ട്, എന്നിട്ട് ഇത് അതിലിടാം. പിന്നെ നമുക്ക് അടിപൊളിയായിട്ടാ സാധനം. പേപ്പറിന് വേണേ തിന്നാം. എന്താ പേളി അത് പൊട്ട് വേണം നിനക്ക്? തിന്നോ? തിന്നോ? അടിപൊളി സാധനമാണ്. അറിയോ? വൈറ്റമിൻ ABCDEFGHI ഒക്കെ ഉണ്ട്. താട്ടം കണ്ട വണ്ടൻ ഉയരായി. ഇങ്ങോട്ടേക്ക് വളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഈ പടവലത്തിനൊക്കെ ചെയ്യണം കേട്ടോ. ഈ പടവലത്തിനൊക്കെ ചെയ്യണം. പടവലം പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനുള്ള വളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ സോളയ്ക്കൊരു മഞ്ഞപ്പോന്നുണ്ട്, ചാണം കലക്കി ഒഴിക്കണം. അപ്പം ഈ വളം അല്ല, ഈ വെള്ളം കണ്ട ഇത് ബെസ്റ്റ് വളമാണ്. ചാണം കലക്കിയിട്ടുള്ള വെള്ളമല്ലേ. ഈ വെള്ളത്തിലേക്ക് ഇനി നമ്മൾ നമ്മുടെ മറ്റേ വളം ചേർക്കാം. ഇതാണ് നമ്മുടെ ജൈവവളം കേട്ടോ. നമ്മുടെ ഈ വേപ്പൻ പിണ്ണാക്ക്, ചാണം, പിന്നെ കപ്പലരി പിണ്ണാക്കൊക്കെ ചേർന്നിട്ടുള്ളതാണ്. ബെസ്റ്റ് വളമാണ്. ഇത് നേർപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ഈ ലെവൽ തന്നെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്പക്കായ കരിയും, കയ്പക്കായ വാടും ചിലപ്പോൾ. ഇതിനെ അതിലേക്ക് ഒഴിക്കും കേട്ടോ. ശരിക്ക് ചായലര അല്ല, ചായലല്ല മറ്റേത് പുകലര കഷായം പോലെ ഉണ്ട് തരുതേ. നമ്മൾ ഇതാണ് ഈ കയ്പക്കായ്ക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വേണ്ട തടായി വെള്ളം പോവില്ല. അടിപൊളിയില്ലേ? ഇനി ഇതുപോലെ ഇതിന് തടണ്ടാക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ളത്. ക്രിസ്പി ആയിട്ട് കിട്ടിയാ അടിപൊളിയല്ലേ? എന്തൊരു ടേസ്റ്റ്. നമ്മുടെ കായ ബജിയൊക്കെ പിന്നെ ഉപയോഗിക്കണം. ഇതിൻ്റെ 4 കിലോക്ക് എത്തില്ല. ചമ്മന്തി ഉണ്ടായിരുന്നു, ഉള്ളിച്ചമ്മന്തി. ഉള്ളിച്ചമ്മന്തി ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കാൻ. എന്തിനും ഉള്ളിച്ചമ്മന്തി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തിയാ ഇത്. അതും കൂടി ഭയങ്കര ടേസ്റ്റ് കഴിക്കാം. ഇതൊന്ന് വെറുതെ ഉണ്ടാക്കി എനിക്കത് ചുണ്ടങ്ങ കൊണ്ട് നമുക്ക് നോക്കിയേക്കാം. ചുണ്ടങ്ങ കേട്ടാ ഇതിലേക്ക് ഇതാട്ടാ. ചുണ്ടങ്ങ നടു പൊളിച്ചത് നമ്മൾ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടാ. അതൊന്നും വെറുതെ മുക്കും. പുതിനലോട് ഉണ്ടാക്കിയാലോ? പുതിനെല്ലാം പൊട്ടിക്കാൻ നമുക്ക് പരീക്ഷണങ്ങൾ ഇവിടെയൊക്കെ ചെയ്യാലോ. അല്ല, പുതിനല പരീക്ഷണം എന്നല്ല ഉണ്ടാക്കണ കേട്ടെ. ചുണ്ടങ്ങ പൊട്ട് അത് മാറുന്ന സരിതേ. ഈ മഞ്ഞൾപ്പൊടിയും ഈ സാധനം മാറ്റി വെച്ചേ. അപ്പൊ ചുണ്ടങ്ങനെ നമ്മള് അതില് വെളിച്ചെണ്ണ ചൂടായിട്ടില്ലേ? കുറച്ച് സമയൊക്കെ എടുത്തിട്ടൊക്കെ ആയിരുന്നു. അവിടെ നീ നോട്ടാ മോന്ത. അല്ല ഇനി പോവില്ല, ഇനി കുഴപ്പമുണ്ടാവില്ലായിരിക്കും അത്. അയ്യോ അല്ലായിരുന്നു ഈ ചുണ്ടങ്ങര ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയാനായിട്ട് പറ്റിയില്ല. ഇതേ ലൂസ് കൂടി സരിതേ മാവാ. ചുണ്ടങ്ങ അമ്മ ശരിക്കും ഫുള്ളായിട്ട് കവറിങ് വരുന്നില്ലേ? ലൂസ് കൂടി. അല്ലല്ല അല്ല ഇത്തിരി കട്ടിനീലേ അമ്മ ശരിക്ക് പിടിക്കുന്നു. അയ്യോ ചായ കുടിക്കാൻ തോന്നുന്നു. ചായ നീ കാപ്പി ഉണ്ടാക്കി വന്നോ? കാപ്പിയല്ല ചായ. ചായ ഉണ്ടാക്കി വന്നോ? ഇനിയിപ്പോൾ അവിടെ പോയി ചായ വെച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇരുട്ടാവും. പൊട്ടി തെറിക്കില്ല ചേട്ടാ, നടുപൊളി ചേരനാവും. ഇവിടെ ഈ ബാക്കിൽ ഇതുമലൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാവും ഈ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട്. ഈ ചെണ്ടുമല്ലിയൊക്കെ തുടങ്ങി. പക്ഷെ അവിടത്തെ പോലെ പൂടോ എന്നുള്ളത് അറിയില്ല, ഇവിടെ വെയിലില്ലാത്തോണ്ട്. ഒട്ടിപ്പിടിച്ചു. ഇതെല്ലാം ജോയിൻ്റായി
ഓരോന്നോരോന്ന് പറക്കി തിന്നാന്ന് ചേട്ടൻ വിചാരിച്ചല്ലേ മസാല കപ്പലണ്ടി പോലെ. ആ അങ്ങനെ ഞാൻ വിചാരിച്ചേ. കുഴപ്പമില്ല, മുരിഞ്ഞു തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മളിവിടെ ചുണ്ടങ്ങ ബജ്ജി ഉണ്ടാക്കിയിരിക്കുന്നു. തീയേ മറ്റേ അടുപ്പിൽ കത്തണ പോലെ കത്തണം, അത് കാരണം കരി പിടിക്കണു പാത്രങ്ങൾ. ഇങ്ങനെ പാളി കത്ത, ആ ബർണർ ക്ലീൻ ചെയ്യണം. എടുക്കണം ചേട്ടാ. എന്നാ ബജ്ജി ഉണ്ടാക്കി തരുതനി. ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ 2 പുതിനയില പൊടിച്ചിട്ട് വരാട്ടാ. ചുണ്ടങ്ങാരാ മതി, കുറച്ചെണ്ണം മതി. ആഹാ എന്തുട്ട മണം. നമ്മുടെ മനോഹരമായിട്ടുള്ള കേരളത്തിലത്തെ ആദ്യത്തെ ചുണ്ടങ്ങ ബജീനിട്ടത്. തീ കെടുത്തിയാ? ആ തീപ്പനെടുത്തി. ചൂടുണ്ടാവും, അപ്പോൾ ഞാൻ ചൂടായിട്ട് തിന്നാം. അറിയാം എൻ്റെ വായ പൊള്ളും. ചുണ്ടങ്ങയുടെ ഉള്ളിലേക്ക് ചൂടുണ്ടാവില്ല. പുതിനല്ല അത്ര എടുത്തുള്ള കുറച്ചും കൂടി എടുക്കാവുന്നില്ലേ? കഴുകിയില്ലേ? ആ കഴുകിയിട്ടേ ഇല്ലട്ടെ. ആ പുതിനല്ല ഞാൻ എവിടേക്കും ആ പടവലത്തിന് തടണ്ടാകട്ടെ. പാടം പൂത്ത കാലം. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ലല്ലോ, ചിലപ്പോൾ ഇതിന്റെ മണം നമുക്ക് പിടിച്ചില്ലെങ്കിലോ. എൻ്റെ ചുണ്ടങ്ങ ബജി ചൂടാറിണ്ടാവില്ലേ? ആ ഒരത്തുനിന്ന് നോക്കാനാ മിനിറ്റ് സ്ഥലം വേണം. എന്തോരോ സാധനങ്ങൾ ഇവിടെ ഇനിയും ഇങ്ങനത്തെ സാധനങ്ങൾ ആക്കാണ്ടിട്ടാ. ബജികൾ കുറേ ടൈപ്പ് ബജികൾ ഉണ്ടാക്കാണ്ട്. നമ്മുടെ ചുണ്ടങ്ങ ഞാൻ എടുക്കണട്ടാ. വള്ളിച്ചീര. എന്താ ഒരു രസമില്ലേ? നിനക്കെന്താ 2 കൊമ്പ്? ഇവിടെ ഇവിടെ ചോപ്പ് കളറിലുള്ള കയ്പല്ലേ? ഉള്ളിലെത്തുമ്പോ ഒരു ചെറിയ കയ്പുണ്ട്, എന്നാലും കുഴപ്പമില്ല. വെറും നാവ് മുട്ടിച്ചോളൂ, അപ്പനെ നല്ല കയ്പ്. അങ്ങനെ കയ്പൊന്നുമില്ല. അരിയ ഒരു രസമില്ല. അല്ല ജഗുവാ കയ്പല്ലേ? കഴിച്ചു നോക്കിയേ. പുതിനയിലല്ല ചുണ്ടങ്ങ കഴിക്കുക. പുതിനേര കഴിച്ചു നോക്കിയേ. പുതിന സൂപ്പർ. പുതിനേര മണം. ആ അല്ലല്ല മറ്റേ ഈ എല്ലാരും എന്നെ സൂപ്പർ കേട്ടാ. ഇതിന്റെ കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര രസമാണ്. ഞാനേ ചീരര അവിടേക്ക് ചീരര അത് ശരിയാക്കണം. കഴിച്ചാലോ? കഴിച്ചോ. ഇതാണ് നമ്പർ 1 സാധനം കേട്ടാ. ചീര തടം അടിപൊളിയാക്കാൻ നീ ഒരാഴ്ചയുള്ളിൽ നീ നോക്കിക്കോ. ഈ ചീര തടം ചുവപ്പ് ചീര മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അല്ല പശ്ചിമ വേദറിയുണ്ടായിരുന്നു. പച്ച അങ്ങനെയാണ് മുളച്ചില്ല. എന്താണ് അപ്പോൾ അതില്ല ചേട്ടാ, ഇവിടെ ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ടേ, ഒരു ഷീറ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഒക്കെ ചെറിയടം ചെയ്യുന്ന പോലെ ഈ മാറില്ല. അതാക്കാം. അതിൻ്റെ ഷീറ്റിന് വാങ്ങിക്കുന്ന തൃശ്ശൂർ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ദേ പുല്ല് നിറഞ്ഞു വേണ്ട. അപ്പം 3 ബജികൾ നമ്മൾ ഉണ്ടാക്കി. അപ്പം 3 നമ്പർ 1 നമ്മുടെ ഇവൻ തന്നെ എന്താ പറയാ, വള്ളിച്ചീര. വള്ളിച്ചീര തന്നെ. വള്ളിച്ചീര വെല്ലുവിളിക്കാണ്. ആരുണ്ടടാ എന്നെ വെല്ലാനായിട്ട് ഈ അടുക്കള തോട്ടത്തിൽ നിന്ന് പറയുന്നത് വള്ളിച്ചീര. അപ്പോൾ നിങ്ങളെല്ലാവരും വള്ളിച്ചീരരെ തൈകൾ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോട്ടാ. എന്നിട്ട് അതിൻ്റെ ബജി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. ചമ്മന്തിയും കട്ടൻ കാപ്പിയും വലിയ ടേസ്റ്റ് ഇല്ലേ? കൂട്ടാൻ വയ്ക്കണ്ട. അത് ഒരു കൊഴുപ്പ് കൂടുതലുള്ള ടൈപ്പാണ്. അതന്നെ. പക്ഷേ ഇവൻ ചമ്മന്തിയും കട്ടൻ ചായയും പിന്നെ ഇതുപോലെ ബജി ഉണ്ടാക്കി കഴിഞ്ഞില്ലേ, പിന്നെ ഇവൻ്റെ അടുത്ത് മുട്ടണ്ട. ഞാനിപ്പോൾ 7 തിന്നു. അല്ല എല്ലാം കൂടിയിട്ടാ? ആ അല്ലല്ല ആ ബജി മാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ ഇതിൻ്റെ ബജി മറ്റേ പച്ച കളറുള്ള ചീരയില്ലേ, അതിന് ഇത്രയും ടേസ്റ്റ് ഇല്ല ചേട്ടാ. പച്ച കളറുള്ളതിനല്ല ടേസ്റ്റ് കൂടുതൽ. അല്ലല്ല അതിൻ്റെ ഇലക്ക് കട്ടി കൂടുതലല്ലേ. ഏയ് കട്ടി കൂടുതൽ ടേസ്റ്റ് ഇല്ല. അത് പോയില്ലേ, വെള്ളം കഴിഞ്ഞ കൊല്ലം മഴ പെയ്ത് വെള്ളം കയറി എല്ലാവരുടെയും ചീഞ്ഞു പോയി.